മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജാനമ്മയുടെ മകൻ പറയുകയാണ്, അമ്മയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അമ്മ ആ കൊച്ചിനെ നോക്കാൻ പോകുന്നുണ്ടല്ലോ. ഞാനൊരു സാധനമുണ്ട്, ആ സാധനം പാലിൽ കലക്കി കൊടുത്താൽ മതി, ആരും അറിയില്ല. കാരണം അമ്മ അവിടെ നിന്ന് വന്നതിന് ശേഷം മാത്രമേ ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. ചിലപ്പോൾ അന്ന് തന്നെ സംഭവിക്കും എന്ന് വരില്ല, പിറ്റേ ദിവസം വേണമെങ്കിലും സംഭവിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാനമ്മ പറയും, അയ്യോ എനിക്ക് പറ്റില്ല, കുഞ്ഞിനെ ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കാൻ പോകുന്നതാണ്, ഒരു കുഞ്ഞിനെ കരയിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊല്ലാനോ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ദേവരാജൻ പാത്രങ്ങളൊക്കെ എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് ജാനമ്മയെ അട്ടിക്കാൻ പോണ പോലെ നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞു കരയേണ്ട, എന്നാലേ ഞങ്ങളെല്ലാവരും കൂടി കരയാമെന്നിങ്ങനെ പറയണം കേട്ടോ. അമ്മ അത് ചെയ്തില്ല പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് വിഷം നിന്ന് മരിക്കാം, അല്ലാതെ വേറൊരു വഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ജാനമ്മയ്ക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം മരുമോള് വന്നിട്ട് ഇങ്ങനെ പറയാണ്, അമ്മയ്ക്ക് ആ കുഞ്ഞ് കരയുന്നതല്ലേ വിഷമമുള്ളൂ, അവനവൻ്റെ കുഞ്ഞ് കരയുന്നത് വിഷമമില്ലല്ലോ, അമ്മ എന്താച്ച ചെയ്യേ എന്നിങ്ങനെ പറയണം കേട്ടോ. ജാനമ്മ ആകെ സങ്കടം വരികയാണ് കേട്ടോ ആ കുഞ്ഞിൻ്റെ മുഖം ആലോചിച്ചിട്ട്. പിന്നീട് മാർക്കോയും ആ മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. മാർക്കോയോട് പറയുന്നുണ്ട്, ആ മോള് ദിവ്യശക്തിയുള്ള മോളാണ്, ശിവശക്തിമാരാണ് അവളുടെ ദേഹത്തുള്ളത്. പക്ഷെ അവൾ ദൈവമൊന്നും അല്ല കേട്ടോ. ആരെങ്കിലും അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷിക്കാൻ നീയോ ഞാനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അതാണ് അവളുടെ ഒരു വളർച്ചയുടെ ഘട്ടം. പക്ഷേ അവളുടെ ഓരോ വളർച്ചയിലും അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും. ആ ശത്രുക്കളിൽ നിന്നെല്ലാം അവൾ രക്ഷപ്പെടും. അങ്ങനെയുള്ളൊരു മോളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആർക്കോ ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ ചോദിക്കുന്നു. അവൾക്ക് അപകടം വരുന്നുണ്ട്, അവളെ ആ അപകടത്തിൽ നിന്നെല്ലാം സ്വയം രക്ഷപ്പെടും എന്ന് പറയും കേട്ടോ. അമ്മയ്ക്ക് മോളെ കാണാൻ തോന്നുന്നുണ്ടോ ചോദിക്കും. ഞാൻ കാണുന്നുണ്ടല്ലോ, ഞാനാണല്ലോ അവൾക്ക് നീലാംബരി എന്ന് പേരിട്ടത്. പിന്നെ എപ്പോഴെനിക്ക് കാണണം തോന്നുമ്പോഴോ അപ്പം അവളെ എനിക്ക് കാണാം, പിന്നെ എനിക്ക് ഒന്ന് കാണാൻ തോന്നുന്നു എൻ്റെ മോളെ എന്നിങ്ങനെ മാർക്കോയോട് പറയും. പിന്നീട് കണ്ണെ മഹി ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അതിന് മുമ്പ് ലേഖയും മഹാലക്ഷ്മിയും കുഞ്ഞും കൂടി ഇങ്ങനെ കിടക്കുകയാണ്. എന്താ അന്ന് കുഞ്ഞിൻ്റെ അച്ഛൻ വിളിച്ചില്ല എന്ന് ലേഖയോട് മഹി ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയത്താണ് കണ്ണൻ വിളിക്കുക. ഇപ്പം പറഞ്ഞേ ഉള്ളൂ, ഇതാ അച്ഛൻ്റെ മോള് ഉറങ്ങണു, സുന്ദരി മോള് ഉറങ്ങണു എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അതേപോലെ തന്നെ ലേഖ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എടി ഞാൻ എന്തായാലും നൂലുകെട്ട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ? ഏതായാലും ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും പറയുക. ഇവിടെ മുത്തശ്ശിക്കാണെങ്കിൽ ഒരേ കാണണം പറഞ്ഞിട്ട് നിർബന്ധം പറയുന്നുണ്ട്. ഏതായാലും ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ലേഖയുടെ മുഖം അങ്ങനെ വാടുകയാണ് കേട്ടോ. എന്താടി നിനക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നോക്കാലോ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീയും അനന്തും കൂടി ഇവിടെ വന്ന് താമസിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. ഇനി എന്തായാലും ശരി, എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവരണ്ടടി, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ ഒക്കുള്ളൂ എന്നിങ്ങനെ പറയണം. പിന്നീട് ഇനി എന്തായാലും ഓഫീസിലേക്ക് മഹാലക്ഷ്മി വരണം, അപ്പോൾ നീയും അനന്തും തന്നെ കുഞ്ഞിനെ നോക്കണം, നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താണ് എന്ന് പറയുമ്പോൾ ലേഖ പറയും, അവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് പറയുന്നത്. ഒന്നും പറ്റില്ല, നീ ഒന്ന് വായോ എന്നിങ്ങനെ പറയണിട്ട്. പിന്നീട് അവരോടൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കണ്ണം ഫോൺ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ലേഖ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മഹാലക്ഷ്മി പറയും, കണ്ണേട്ടൻ പറഞ്ഞില്ലേ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആകാതെ, നിനക്ക് എപ്പോഴും നിനക്കും അതുപോലെ അനന്തുവേട്ടനും നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് ബാക്കി ആരും, നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നത് ഞങ്ങൾ എന്നിങ്ങനെ പറയണിട്ട്. നീ മതി, അധികം ഒന്നും സംസാരിക്കണ്ട, കിടക്ക് എന്ന് പറയണിട്ടോ. അതേസമയം ലേഖ പറയും, എനിക്ക് എന്താണെന്നറിയില്ല, ആകെപ്പാടെ ഒരു ഭയപ്പാടാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് പിന്നീട് നമ്മുടെ കരുണ ടെറസിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൻ കാറിൽ മഹിയും കൂടി കൊണ്ടുവരികയാണ്. ആ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അതിങ്ങനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റണില്ല കരുണ പിന്നീട് അതൊരു സ്വപ്നം പോലെ കരുണ വിചാരിക്കണം കേട്ടോ. പിന്നീട് ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയണം കേട്ടോ, ഞാൻ ഒരു സ്വപ്നം പോലെ കണ്ടിരുന്നു അവർ വരുന്നത് എന്നിങ്ങനെ പറയണം. എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അവൾ നടന്നു വരുന്ന ഭർത്താവിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നീ അത് സഹിച്ചേ പറ്റുള്ളൂ, എന്തായാലും അവർ വരുമല്ലോ, അതുകൊണ്ട് നീ അത് സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ണിയോട് കരുണ അങ്ങനെ പറയണേ, എന്തായാലും ശരി, നാളെ അനന്തുവിൻ്റെ വീട്ടിലൊരു കൂട്ടക്കരച്ചിലുണ്ടാകും, ഞാനും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം ഉണ്ണി പരിഹാസരൂപേണ പറയും, നിൻ്റെ അച്ഛനല്ലേ, അങ്ങേരെ തലയിൽ ഉദിച്ച ബുദ്ധിയല്ലേ, അത് കണ്ടറിയാം എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങേരെ അച്ഛനെ കളിയാക്കണ്ട, ഏതായാലും അച്ഛൻ ജയിലിലേക്ക് പോകുമ്പോഴേക്കും എനിക്കൊരു സന്തോഷം ഉണ്ടാക്കി തരുള്ളൂ എന്ന്
എന്ന് ചോദിക്കും. ആ, നിനക്കെപ്പോഴും സന്തോഷം ഉണ്ടാക്കി തരുമല്ലോ, എന്നിട്ട് അതൊരു സങ്കടമാവും എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ഭാഗ്യമാണ് എന്ന് പറയും. ഞാൻ അങ്ങേര് നല്ല കമ്പനിയുടെ ഓണറുടെ ഭാര്യയാണ്, അത് അറിഞ്ഞിട്ട് നീ ആലോചിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ലോറികളൊക്കെ ഉണ്ടല്ലോ, ആ ലോറികളൊക്കെ വിറ്റിട്ട് ആ പൈസ ബാങ്കിലിടാൻ പറയും, എന്നിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എനിക്ക് ആ പൈസ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ജീവിച്ചാൽ പോരെ, എന്തിനാ നിങ്ങൾ എന്ന് പറയും. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ണി കിടക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ അങ്ങനെ വിചാരിക്കും, ഇവൻ്റെ രണ്ട് കാലം തല്ലി ഓടിക്കണം, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ മോശം, അല്ലാത്തൊരു ഗതികേട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് ജാനിയമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ മകനും മരുമോളും കൂടി വരികയാണ് കേട്ടോ. അതിനുശേഷം വിഷം അവിടെ വെച്ചിട്ടുണ്ട്, നാളെ അമ്മ ആ പാലിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയുന്നു കേട്ടോ. എടാ, എനിക്ക് പറ്റില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ആ കുഞ്ഞിനാണെങ്കിൽ അവരെന്തുപോലെയാണെന്നറിയാൻ നോക്കുന്നത്, ഒരു അമ്മയും അച്ഛനുമല്ല, അച്ഛനും അമ്മയാണ് ആ കുഞ്ഞിന്, അതിനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. ആ ദേവരാജൻ പറയും, നിങ്ങൾ എന്താച്ചാ ചെയ്തോളി, ആ കുഞ്ഞിന് ഒരു ദിവസം പോകുമ്പോഴേക്കും നിങ്ങൾക്ക് വിഷമവും സങ്കടവും, സ്വന്തം മകൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയണേ. നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരിത്തിരി വിഷവും കൂടി വാങ്ങിയിട്ട് വന്നേര്, അതും കുടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം മരിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അമ്മ ഒരു കാര്യം അറിഞ്ഞോ, ആ ആൾ എനിക്ക് 1,00,000 രൂപ തന്നു, ഞാൻ ആ പൈസയൊക്കെ പലിശക്കാർക്ക് കൊടുത്തു, ഇനി ഈ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അയാൾക്കും കൂടി ബാധ്യതയാകും, അത് അമ്മ ഓർത്താൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അയാൾ അങ്ങോട്ട് പോകുമ്പോൾ മരുമോള് പറയും, അമ്മൻ്റെ മക്കളുടെ കരച്ചിൽ കാണാതെ മറ്റുള്ളവരുടെ കരച്ചിൽ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയണം കേട്ടോ. ആകെ മൊത്തം ജാനമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം ജാനമ്മ വരികയാണ്. ജാനമ്മ വന്നതും തന്നെ ലേഖ അങ്ങനെ ലേഖയോട് പറയാണ്, മോൾ ഇന്നലെ ഒരുപാട് കരഞ്ഞൂലേ എന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും കരഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. കുഞ്ഞുങ്ങളായ കുറച്ച് കരയല്ലോ, കരഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അതിന് വല്ല വയറുവേദനയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അത് കരയുന്നത് എന്ന് പറയണേ. എടുക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട്, ആ എടുക്കുന്ന രീതി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് മഹിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ജാനമ്മ പോകുമ്പോൾ മഹി ഇങ്ങനെ കുഞ്ഞ് കരയുകയായിരിക്കും. ജാനമ്മ പക്ഷേ എടുത്ത് കുഞ്ചിച്ചതും തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുകയാണ് കേട്ടോ. അതിനുശേഷം അതിനെ തൊട്ടിൽ കിടത്തിയിട്ട് ജാനമ്മ പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മഹാലക്ഷ്മി പറയും, ഇതായി നോക്ക്, കുഞ്ഞിൻ്റെ കരച്ചിൽ പെട്ടെന്ന് നിന്നു എന്ന്. അത് കേൾക്കുമ്പോൾ ലേഖയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ ജാനമ്മ കുഞ്ഞിനെ പാടി ഉറക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ നാളെ ജാനമ്മ ആ പാൽപ്പൊടി കലക്കിയിട്ട് ആ കുഞ്ഞിന് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മോനോട് വിളിച്ച് പറയുകയാണ്, ഇതാ ഞാൻ കുഞ്ഞിന് പാൽപ്പൊടി കൊടുത്തു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനി അത് പ്രതാപനോടും വിളിച്ച് പറയുകയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ കുഞ്ഞിന് പക്ഷേ ഒന്നും സംഭവിക്കില്ല. ആ കുഞ്ഞ് ശിവശക്തി ഭഗവാന്റെ അനുഗ്രഹമുള്ള കുഞ്ഞാണ്, അതുകൊണ്ട് അതിനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് 100% പ്രതീക്ഷിക്കാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.